ബ്രാഞ്ച് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ആയിരുന്നു. അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെത്തേഡ്സിൽ രണ്ട് മെത്തേഡ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഡെപ്റ്റേഴ്സ് സിസ്റ്റം അതുപോലെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. അപ്പോൾ അതിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് പ്രൈസിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കി, അതിലൊരു പ്രോബ്ലം നോക്കി. അടുത്തത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിലാണ് നമ്മൾ ഈ ഒരു ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്യുന്നത്. ഇൻവോയ്സ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് പ്ലസ് ലോഡ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്, ഇതിനാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ പ്രോഫിറ്റ് പാർട്ടും അതുപോലെ കോസ്റ്റ് പാർട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദെൻ പ്രോഫിറ്റ് പാർട്ട് നമ്മൾ ഒരു അക്കൗണ്ടിലും, അതായത് ലോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിലും അതുപോലെ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മറ്റൊരു അക്കൗണ്ടിലുമായിട്ട് അതിൻ്റെ എൻട്രി വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ട് മാത്രം വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ബാക്കി എക്സ്പെൻസിനെയോ അതല്ലെങ്കിൽ മറ്റ് അക്കൗണ്ട്സിനെയോ ഒന്നും അത് ബാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്സിലെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ലെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് ആൻഡ് അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ 4 കാര്യങ്ങളിൽ ആയിരിക്കും ഈ ഒരു ലോഡ് പ്രൈസിൻ്റെ എഫക്റ്റ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അബ്നോർമൽ ലോസോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഗുഡ്സോ അങ്ങനെ ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനിലും ലോഡ് പ്രൈസിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലോഡ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പാർട്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിലായിട്ടാണ് കാണിക്കുന്നത്. ആ അക്കൗണ്ടിന് പറയുന്ന പേര് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ 100 രൂപ കോസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത് 25 രൂപ പ്രോഫിറ്റോടുകൂടെ 125 രൂപയ്ക്കാണ് ബ്രാഞ്ചിലേക്ക് അയച്ചെന്നുണ്ടെങ്കിൽ ഈ 25 രൂപ എന്ന് പറയുന്ന ലോഡ് പ്രൈസ് നമ്മൾ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ജേർണൽ എൻട്രി നിങ്ങൾ നോക്കി വെക്കുക. തിയറി പാർട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിട്ടാണ് കാണിക്കുന്നത്. സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് അസറ്റിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ നമ്മൾ നോർമലി ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കും സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ ലോഡ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നായിരിക്കും. അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ്, നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ലോഡ് പ്രൈസ് കാണിക്കേണ്ടി വരും അണ്ടർ ദി ഹെഡ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലോഡ് പ്രൈസ് എന്ന് പറയുന്നത് നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് കാണിക്കേണ്ടത് അണ്ടർ ദി ഹെഡ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. അപ്പോൾ അവിടെ വരുന്ന ജേർണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ഈ ഒരു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് കാണാൻ കഴിയുന്നത്. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ കേസാണെങ്കിൽ അത് നമുക്കറിയാം ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് അയച്ചിരിക്കുന്ന ഗുഡ്സിൻ്റെ എമൗണ്ട്, അതിൽ ലോഡ് പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ്, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പക്ഷേ ഇതിൽ നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന സെയിം അക്കൗണ്ട് വെച്ച് തന്നെയാണ് ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും വരുന്ന ലോഡ് പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. അതേസമയം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ചും ഇതിൽ രണ്ടിലെയും ലോഡ് പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സെയിം അക്കൗണ്ട് തന്നെ വെച്ചിട്ടാണ്. ബട്ട് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതിൻ്റെ എൻട്രി വരുത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ജേർണൽ എൻട്രി റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ നേരത്തെ കോസ്റ്റ് പ്രൈസിൽ പഠിച്ചിരിക്കുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ്. പ്ലസ് ഈ ഒരു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോഡ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ചില
എൻട്രീസും കൂടെ എക്സ്ട്രാ വരുത്താനുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇതിലേക്ക് നോക്കുക, ഈ ഒരു ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ഒക്കെ നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കുന്നുണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതേ എമൗണ്ട് കാണിക്കുക. പിന്നെ ബൈ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ്, റെൻറ്റ്, സാലറി അല്ലെങ്കിൽ പെറ്റി ക്യാഷ് അങ്ങനെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ കാണിക്കണം. അത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞത് തന്നെയാണ്, കോസ്റ്റ് പ്രൈസിൽ പറഞ്ഞത് തന്നെയാണ്. പിന്നെ എക്സ്ട്രാ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് കാണിക്കുന്ന സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ക്രെഡിറ്റ് സൈഡ് തന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡ് പ്രൈസാണ് നമ്മളിവിടെ കാണിക്കുന്ന സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. അതാണ് ലോഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എക്സ്ട്രാ വന്നിട്ടുള്ളത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡാണ്. അതും നമ്മൾ ലോഡ് എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. ഈ ലോഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ തിരിച്ചയച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് പ്രൈസാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെയിം അക്കൗണ്ടിൻ്റെ പേര് തന്നെയാണ്, പക്ഷേ ലോഡ് പ്രൈസ് ആയിരിക്കും നമ്മളവിടെ കാണിക്കേണ്ടി വരുന്നത്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ്, അവിടെ ഒന്നും ചേഞ്ച് വരുന്നില്ല. എക്സ്ട്രാ ഈ 2 കാര്യങ്ങൾ മാത്രമായിരിക്കും വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിട്ടേൺ അയച്ചിരിക്കുന്ന ഗുഡ്സ് റിട്ടേൺഡ് ടു HO എത്രയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. അതുവരെ സെയിം തന്നെയാണ്. പിന്നെ വരുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ആണ്. ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കാണിക്കേണ്ട എമൗണ്ട് നമ്മൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണോ അതിൻ്റെ ലോട്ട് പ്രൈസ് മാത്രമായിട്ട് ഇവിടെ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ലോട്ട് പ്രൈസാണ് കാണിക്കേണ്ടത്. ഡെബിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണോ അതിൻ്റെ ലോട്ട് പ്രൈസ് കണ്ടിട്ടാണ് നമ്മളിവിടെ വാല്യൂ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ദെൻ അത് ബാലൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ സ്റ്റോക്ക് റിസർവും അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന അക്കൗണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലോട്ട് പ്രൈസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക. അതാണ് ഇവിടെ എക്സ്ട്രാ വരുന്നൊരു എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ആൻഡേഴ്സൺ ബ്രോസ് ചെന്നൈ ഹാസ് എ ബ്രാഞ്ച് അറ്റ് കൊൽക്കത്ത. ഓൾ ഗുഡ്സ് റിക്വയർഡ് ഫോർ സെയിൽ at Kolkata are supplied from Chennai at cost plus 25%, and all cash received at the branch is banked daily in head office account opened in the bank at Kolkata, and from the following calculate branch account അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് മറ്റ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് തരണം, അതായത് അത് സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. നമ്മളോട് ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമായിരിക്കും ചിലപ്പം പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. പക്ഷേ എൻ്റെ സ്റ്റോക്ക് സിസ്റ്റത്തിൽ നമുക്ക് എന്തെങ്കിലും മിസ്സിങ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റ് മെമ്മോറാണ്ടം അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയാം, അല്ലെങ്കിൽ പറയാതിരിക്കാം. നമ്മളത് ഇൻഫർമേഷൻ തന്നിട്ടുള്ളതിൻ്റെ ബേസിസിലാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്ലസ് 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഇത് ഇൻവോയ്സ് പ്രൈസിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 25% പ്രോഫിറ്റോട് കൂടിയാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇൻവോയ്സ് പ്രൈസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻഫർമേഷനാണ്. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ദെൻ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, പെറ്റി ക്യാഷ് ഓപ്പൺ ബാലൻസ് തന്നിട്ടുണ്ട്. ഇനി ഗുഡ്സ് ഇൻവോയ്സ്ഡ് ടു ബ്രാഞ്ച്, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ്, ബാഡ് ഡെപ്റ്റ്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ബാഡ് ഡെപ്റ്റ്. നമ്മളൊരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിലും അത് എടുക്കുന്നുണ്ട്, കിട്ടാക്കടായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് നമ്മൾ
എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് ഓഫീസിൻ്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ആണ്. സോ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഒരു എമൗണ്ട് ആണ്. ഇനി റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 1500, അത് ഡെറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് സെയിൽസ് റിട്ടേൺ ആണ്. കസ്റ്റമേഴ്സ് അയച്ചിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. പിന്നെ ബ്രാഞ്ച് എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്, അതിൽ റെൻറ്റ്, സാലറി, സൺട്രീസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ഐറ്റം തന്നിട്ടുണ്ട്. അത് നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട എമൗണ്ടുകളാണ്. ദെൻ അലോവൻസസ് ഗിവൻ, അലോവൻസസ് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന വാല്യൂ ആണ്. ഇനി പെറ്റി ക്യാഷ് എക്സ്പെൻസ് 240 ചിലവായത്. അതുപോലെ ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് നമുക്ക് ശരിക്കും ആവശ്യമില്ല, പക്ഷേ ക്രെഡിറ്റ് സെയിൽസിൻ്റെ വാല്യൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. തന്നിട്ടുള്ളത് ടോട്ടൽ സെയിൽസും അതുപോലെ ക്യാഷ് സെയിൽസും ആണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്നുള്ളത് കിട്ടും. ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ പെറ്റി ക്യാഷ് 280, 280 രൂപ ബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 240 രൂപയാണ് അവർക്ക് ചിലവായിട്ടുള്ളത്. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 40 രൂപ അവിടെ ക്ലോസിങ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും പെറ്റി ക്യാഷ് ആയിട്ട്. ഇതിൽ പെറ്റി ക്യാഷിൻ്റെ ക്ലോസിങ് ബാലൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ദെൻ ക്ലോസിങ് സ്റ്റോക്ക്, അതുപോലെ ക്ലോസിങ് വാല്യൂ ഓഫ് ഡെറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്ത് തന്നിട്ടില്ല? ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് അതുപോലെ ക്ലോസിങ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസും നമുക്കറിയാം, പക്ഷേ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ക്യാഷ് സെയിൽസും ടോട്ടൽ സെയിൽസും ആണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കിട്ടണമെങ്കിൽ ഈ 34,900 എന്ന് ഈ 1,400 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസിൻ്റെ വാല്യൂ കിട്ടി. പിന്നെ ക്രെഡിറ്റ് സൈഡ് വരുന്ന മറ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? എത്ര എമൗണ്ട് ഡെറ്റേഴ്സ് അടച്ചിട്ടുണ്ട്, അപ്പോൾ അതെത്രയാണ്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അലോവൻസസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. സോ അലോവൻസസ് 450. ബാഡ് ഡെറ്റിൻ്റെ തന്നിട്ടുണ്ട് 100, അപ്പോൾ ബാഡ് ഡെറ്റിൻ്റെ 100. പിന്നെ സെയിൽസ് റിട്ടേൺ 400, സെയിൽസ് റിട്ടേൺ 400. നിങ്ങൾ ഫോർമാറ്റ് നോക്കുക, ഇത്ര കാര്യങ്ങൾ മാത്രമായിരിക്കും ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ടാവുക. അതേ കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് സെയിൽസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുള്ളതായതുകൊണ്ടാണ് ബാക്കിയുള്ള ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡെറ്റേഴ്സ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ 24,340 ആണെന്നുള്ളത് നമുക്ക് ആദ്യം കിട്ടി, അതവിടെ വയ്ക്കാം. ഇനി ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലുള്ളത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ഒക്കെ എടുത്ത് എഴുതാം. ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതുക, സ്റ്റോക്കും ഡെറ്റേഴ്സും പെറ്റി ക്യാഷ് ഓപ്പണിംഗ് ബാലൻസുകൾ എഴുതുക. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റിട്ടേണും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് എഴുതാം. 25,000 നമുക്ക് ബ്രാഞ്ചിലേക്ക് കിട്ടിയിട്ടുള്ളതും റിട്ടേൺ ചെയ്തിരിക്കുന്നത് 1,000, അതും നമുക്ക് എഴുതാം. പിന്നെ അടുത്തത് എന്താണ്, ബാഡ് ഡെറ്റ് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കളക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ ബാങ്ക് നമ്മൾ അക്കൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. പ്ലസ് ഇപ്പം നമുക്ക് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതായിരിക്കും. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കുന്നുണ്ട് ഹെഡ് ഓഫീസിലേക്ക്. അപ്പോൾ ഈ 2 എമൗണ്ട് നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക, ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ചിരിക്കുന്ന എമൗണ്ടുകൾ. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, അതുപോലെ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സും ആണ്. അതിൽ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ് സെയിൽസ് റിട്ടേൺ ആണ്.
അത് നമ്മളെ ബ്രാഞ്ച് അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുപോലെ ഡൗട്ട്ഫുൾ ഡെറ്റിൻ്റെ കേസാണെങ്കിലും ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനി അടുത്തത് ബ്രാഞ്ച് എക്സ്പെൻസ് ആണ്. ബ്രാഞ്ച് എക്സ്പെൻസ് നമ്മൾ അതിൻ്റെ ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എക്സ്പെൻസുകൾ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് റെൻറ്റ്, സാലറി, സൺട്രീസ് അങ്ങനെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എക്സ്പെൻസുകളായിട്ട് കാണിക്കണം. പിന്നെ നെക്സ്റ്റ് അലോവൻസസ് ഗിവൻ ആണ്. അലോവൻസസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ചിൻ്റെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യമാണ്. ഇനി പെറ്റി ക്യാഷിൻ്റെ എമൗണ്ടാണ് തന്നിട്ടുള്ളത് 240. അപ്പോൾ അത് പെറ്റി ക്യാഷ് നമ്മളെവിടെ കാണിക്കണം? ഈ ഒരു ഡെബിറ്റ് സൈഡിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിൽ നമുക്ക് എത്ര എമൗണ്ട് ബ്രാഞ്ചിലേക്ക് വേണ്ടി ഹെഡ് ഓഫീസ് തന്നിട്ടുണ്ടോ, പെറ്റി ക്യാഷായിട്ടും മറ്റേത് രീതിയിലും തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പെറ്റി ക്യാഷിൻ്റെ എമൗണ്ട് നമ്മൾ കാണിക്കണം. ആ ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പെറ്റി ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 240യും റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 280യും തന്നിട്ടുണ്ട്. ഇതിൽ ഈ 240 എന്ന് പറയുന്നത് ബ്രാഞ്ച് ചിലവാക്കിയിരിക്കുന്ന തുകയാണ്. പക്ഷേ ശരിക്കും 240 മാത്രമല്ല അയച്ചിട്ടുള്ളത്, 280 രൂപ ബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 280 റുപ്പീസും ഹെഡ് ഓഫീസ് എവിടെ കാണിക്കും? ഈ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. കാരണം അത്രയും രൂപ ഇവർ അയച്ചിട്ടുണ്ട്. ഇവർ ചിലവാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഹെഡ് ഓഫീസ് എത്ര എമൗണ്ട് അയച്ചിട്ടുണ്ടോ അത് മൊത്തമായിട്ട് നമ്മളിവിടെ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസ് അയച്ചിരിക്കുന്ന പെറ്റി ക്യാഷ് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ബാക്കി നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ലോട്ട് പ്രൈസ് എത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത എൻട്രി. നിങ്ങളിതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സുകളാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ലോട്ട് പ്രൈസ് കണ്ടെത്തി അത് എഴുതുന്ന അക്കൗണ്ട്സും കൂടെ ചെയ്തതിന് ശേഷം ക്ലോസിംഗ് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ലോട്ട് പ്രൈസ് നമ്മൾ കാണേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോട്ട് പ്രൈസ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണിക്കേണ്ടതുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ട്? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് 7900 ആണെങ്കിൽ അതിൻ്റെ ലോട്ട് പ്രൈസ് വരുന്നത് എത്രയായിരിക്കും? 7900 ഇൻറ്റു 25/125 എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കേണ്ടത്. ഇത് നിങ്ങൾ അഡീഷണലി ഒരു വർക്കിംഗ് നോട്ടായിട്ട് അവിടെ കാണിച്ച് വയ്ക്കുക. നമുക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടോ അതിൻ്റെയൊക്കെ ഈ പറയുന്ന രീതിയിൽ ലോട്ട് പ്രൈസും കോസ്റ്റ് പ്രൈസും നിങ്ങൾ വേർതിരിച്ച് ആദ്യം എഴുതി വയ്ക്കുക. അപ്പോൾ അതിൽ ലോട്ട് പ്രൈസ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 7900 ആണ് അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ്. അത് നമ്മൾ ലോട്ട് പ്രൈസ് വേർതിരിക്കുക എങ്ങനെയാണ്? 25% ആണ് പ്രോഫിറ്റ് എങ്കിൽ 25/125 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലോട്ട് പ്രൈസ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുക, ഇൻവോയ്സ് പ്രൈസ് എന്ന് ഈ ഒരു പ്രോഫിറ്റ് പാർട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അതിൻ്റെ കോസ്റ്റ് പ്രൈസുമായിരിക്കും. ആ രീതിയിൽ നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെയും ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസിൻ്റെയും ഈ 4 കേസിലും ഇതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലോട്ട് പ്രൈസും അതിൻ്റെ കോസ്റ്റ് പ്രൈസും കണ്ടെത്തി വയ്ക്കാം. അപ്പോൾ 8400 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്കിൽ അതിൻ്റെ 25/125 ആയിരിക്കും ലോട്ട് പ്രൈസ്. ഈ ലോട്ട് പ്രൈസ് ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ 4 എണ്ണം കണ്ടുവയ്ക്കാം. ഇപ്പോൾ നമുക്കിപ്പം വേണ്ടത് ഈ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എല്ലാത്തിൻ്റെയും ലോട്ട് പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെത് 1580, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെത് 1680, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെത് 5000, അതുപോലെ ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസിൻ്റെത് 200. ഇത് നമ്മൾ എവിടെയാണ് കാണിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ, അതായത് ഈ 7900ൻ്റെ ലോട്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം 1580. അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 25000 അതിൻ്റെ ലോട്ട് പ്രൈസും നമ്മൾ ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കണം എത്രയാണെന്നുള്ളത്. ഓക്കെ, എത്രയാണ്? 5000, 25000ൻ്റെ 25/125. ഇനി ഇവിടെ നമ്മൾ റിട്ടേൺസ് 1000 രൂപ റിട്ടേൺ ഉണ്ട്. ആ 1000 ഗുഡ്സിൻ്റെ എത്രയാണോ അതിൻ്റെ
ലോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന അതേ ഹെഡ് യൂസ് ചെയ്തിട്ട് തന്നെ കാണിക്കുക. 200 നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, 200. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെത് എത്രയാണ്? 1680 ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 8400 അതിൻ്റെ ലോട്ട് പ്രൈസ് നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് 1680 കാണിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ 4 എൻട്രീസാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെയും ലോട്ട് പ്രൈസ് നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആണെങ്കിൽ അതിൻ്റെത് സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്ന ഹെഡ് യൂസ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അതേസമയം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെത് തൊട്ട് ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് സെയിം അക്കൗണ്ട് ഹെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലോട്ട് പ്രൈസ് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് നമ്മൾ എഴുതി വയ്ക്കുക. ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ് അത് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ പെറ്റി ക്യാഷിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നുള്ളത് തന്നിട്ടില്ല. ആകെ സ്റ്റോക്കിൻ്റെ എമൗണ്ടും പിന്നെ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പെറ്റി ക്യാഷിൻ്റെ കേസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഓപ്പണിംഗ് 90 ഉണ്ടായിരുന്നു, പ്ലസ് ഒരു 280 കൂടെ അവർ എക്സ്ട്രാ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് എമൗണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ 240 രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്ര ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവുള്ളൂ? 130 ആയിരിക്കും ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് 90 ഉണ്ടായിരുന്നു, 280 രൂപ കൂടെ അവർ എക്സ്ട്രാ തന്നു. അതിൽ 240 മാത്രമാണ് നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസ് 130 എന്ന് പറയുന്നത് പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. ഇനി ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 19,510 തന്നിട്ടുണ്ട്. അതേസമയം അവിടെ നമ്മൾ ഒരു റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആയിട്ട് 1500 രൂപ മാറ്റി വെച്ചതായിട്ട് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 18,010 റുപ്പീസ് ആയിരിക്കും ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇത് റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ മാത്രമാണ്. അതല്ല ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നേരെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് പ്രൈസിൽ കൊൽക്കത്ത ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യാണ്. ചോദിച്ചാൽ മാത്രം അത് പ്രിപ്പയർ ചെയ്താൽ മതി. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എല്ലാ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും കോസ്റ്റ് പ്രൈസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ +2നും അതിന് മുന്നൊക്കെ ആയിട്ട് പഠിച്ചിരിക്കുന്നത് പോലെ ഗ്രോസ് പ്രോഫിറ്റ് കാണുക, അതൊന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് അറൈവ് ചെയ്യുക. ആ ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ട്രേഡിങ്ങിൽ കാണിക്കുന്നത്. ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് താഴെ പ്രോഫിറ്റ് ലോസ് ആയിട്ടും കാണിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് കാണിക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ പർച്ചേസസ് ഉണ്ടെങ്കിൽ അതുമായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രമുള്ള കേസാണ് പറയുന്നത്. അറ്റ് കോസ്റ്റ് 63.20 ഇത് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്, നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ 6,320 ആണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചു. പിന്നെ ഡെബിറ്റ് സൈഡ് വരുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് പർച്ചേസസ്, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഗുഡ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുമ്പം അതിൻ്റെ നമ്മൾ കോസ്റ്റ് പ്രൈസായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 20,000 കോസ്റ്റ് പ്രൈസ്. അപ്പം 20,000. ഇനി പർച്ചേസസ് ലെസ് റിട്ടേൺ ആണ് നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കാറുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി +2നൊക്കെ പഠിച്ച കാര്യം തന്നെയാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ അതിൽ ഫോർമാറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പർച്ചേസസ് ലെസ് റിട്ടേൺ ആയിട്ടാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തിരിച്ചയച്ചിരിക്കുന്നതാണ്. ഗുഡ്സ് റിട്ടേൺഡ് ടു HO, അതാണ് നമ്മളുടെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അതെത്രയാണ്? 800 അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ പറയുകയാണെങ്കിൽ 800 രൂപേൻ്റെ സാധനമാണ് നമ്മൾ തിരിച്ചയച്ചത് ഹെഡ് ഓഫീസിലേക്ക് തന്നെ. അപ്പോൾ അത് 800 രൂപയും. ഓക്കെ, അപ്പോൾ 20,000 അവർ തന്നതിൽ 800 രൂപേൻ്റെ സാധനം നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഇതൊക്കെ കോസ്റ്റ് പ്രൈസിലാണ്. ബാലൻസ് 19,200.
ഇനി ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ കാണിക്കേണ്ട 2 ഐറ്റം സെയിൽസും അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. സെയിൽസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽസാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 34,900 ആണ്. ഓക്കെ, അതിൽ ഇൻവോയ്സും കോസ്റ്റും ഒന്നുമില്ല. ഈ ടോട്ടൽ 34,900ൽ റിട്ടേൺ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. റിട്ടേൺ എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമുക്ക് തിരിച്ചയച്ചിരിക്കുന്നതാണ്. അത് 400 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് കോസ്റ്റ് പ്രൈസോ അതല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസോ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് ഔട്ട്സൈഡ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പം സെയിൽസ് 34,900 നിന്ന് സെയിൽസ് റിട്ടേൺ 400 ലെസ് ചെയ്താൽ നമുക്ക് എമൗണ്ട് എത്രയാണെന്നുള്ളത് കിട്ടും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 67.20. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ പർച്ചേസസ് അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈഡും ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെയിൽസിൻ്റെ കാര്യത്തിൽ നമ്മളിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കോസ്റ്റ് പ്രൈസായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 15,700 ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. അതൊന്ന് ഡെബിറ്റ് സൈഡുള്ള ബാലൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് എത്ര എന്നുള്ളത് കിട്ടുന്നുണ്ട്. ഇനി ഇത് ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അതുപോലെ ഡെബിറ്റ് സൈഡ് കാണിക്കേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സാലറി, സൺട്രി എക്സ്പെൻസുകൾ, പിന്നെ ബാഡ് ഡെപ്റ്റ്, റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, അലോവൻസസ്, റെൻറ്റ്, പിന്നെ അതുപോലെ പെറ്റി ക്യാഷ്. ഇവിടെ നമ്മൾ പെറ്റി ക്യാഷ് ചിലവാക്കിയ അല്ലെങ്കിൽ ബ്രാഞ്ച് ചിലവാക്കിയ ആ 240 രൂപ മാത്രം കാണിച്ചാൽ മതി. ഇതിൽ കാൽക്കുലേഷനിലേക്കൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 240 രൂപയാണ് പെറ്റി ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് ഇവർ ചിലവാക്കിയിരിക്കുന്നത്. 250 രൂപ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും 240 രൂപ മാത്രമാണ് നമ്മൾ ചിലവാക്കിയിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ ആ ചിലവാക്കിയ എക്സ്പെൻസ് മാത്രം നമ്മളവിടെ കാണിച്ചാൽ മതി. അത്രയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് 9,810 ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സെയിം എമൗണ്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് നോർമലി ബ്രാഞ്ച് അക്കൗണ്ടേ ചോദിക്കാറുള്ളൂ. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം നമ്മളത് പ്രിപ്പയർ ചെയ്താൽ മതി. അത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് ക്ലിയർ ആയിരിക്കും. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മെയിനായിട്ട് നമുക്ക് വരേണ്ടത് ഈ ഒരു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടും അതുപോലെ ലോട്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും അത് എൻ്റർ ചെയ്യുന്ന സൈഡ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഇൻവോയ്സും അതുപോലെ ലോട്ട് പ്രൈസും കോസ്റ്റ് പ്രൈസും എത്രയ്ക്കാന്നുള്ളത് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ എടുത്തെഴുതുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.